വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ഇസ്തഫാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുൽഖഅദ് 30, ഇന്ന് കേരളത്തിൽ 30-ആണ്. നാളെ ദുൽഹജ്ജ് 1 പിറക്കുകയാണ്. വലിയ മഹത്വമുള്ള ഒരു മാസം അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞാൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് ദുൽഹജ്ജ് മാസം. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാന 10നോട് കിടപിടിക്കുന്നതാണെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. വിശുദ്ധ ഖുർആനിലെ വൽ ഫജ്രി വലയാലിൻ അശ്ർ, ആ വലയാലിൻ അശ്ർ എന്ന് പറയുന്ന 10 രാത്രികൾ, അത് ദുൽഹജ്ജ് മാസം 1 മുതൽ 10 വരെയാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രത്യേകം സുന്നത്തുള്ള ഓതാൻ പ്രത്യേകമായി കൊണ്ട് സുന്നത്തുള്ള സൂറത്തുകളും ദിക്റുകളുമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളിൽ വൽ ഫജ്രി സൂറത്ത് ഓതൽ വളരെയധികം മഹത്വമുള്ളതാണ്. അതുപോലെ തന്നെ 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതും പുണ്യമുള്ളതാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ മഹത്വമുള്ളതാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. റമദാൻ മാസം കഴിഞ്ഞാൽ ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠത ലഭിക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഉള്ള ദിവസങ്ങൾ. അതുപോലെ തന്നെ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ വളരെ പുണ്യമുള്ളതാണ്. പ്രസ്തുത ദിവസങ്ങളിലെ നോമ്പിന് ഒരു വർഷത്തെ നോമ്പിന് സമാനമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഖളാ ആയ നോമ്പുകളുണ്ടെങ്കിൽ അതും കൂടി ഈ ദിവസത്തിൽ കരുതുമ്പോൾ രണ്ടിൻ്റെയും പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് ദുൽഹജ്ജ് 9-ൻ്റെ അറഫാ നോമ്പ് വലിയ മഹത്വമുള്ളതാണ്. ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഈ വർഷം നമ്മുടെ അറഫയും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ അറഫയും രണ്ടും വ്യത്യസ്ത ദിവസങ്ങളിലാണ്. നമ്മൾക്ക് പെരുന്നാൾ വരുന്നത് ശനിയാഴ്ചയാണ്. എന്നാൽ അതേ സമയത്ത് അറഫ നോമ്പ് വരുന്നത് വെള്ളിയാഴ്ചയാണ്. ആ അവസരത്തിൽ അവിടെ സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. അപ്പോൾ നമ്മൾക്ക് വ്യാഴാഴ്ച നോമ്പ് നോൽക്കുമ്പോൾ അവരുടെ അറഫയും നമ്മൾക്ക് കിട്ടി, നമ്മുടെ അറഫയും നമ്മൾക്ക് കിട്ടി. കൂടാതെ വ്യാഴാഴ്ചത്തെ സുന്നത്ത്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കണക്കാക്കുമ്പോൾ വ്യാഴവും വെള്ളിയും 2 ദിവസം നാം നോമ്പ് നോൽക്കുന്നത് കൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നാം നോമ്പ് നോൽക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ അറഫയും നമ്മുടെ അറഫ നോമ്പും നമ്മൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് 2 നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യം നാം എല്ലാവരും ഓർമ്മിക്കണം. ദുൽഹജ്ജ് 1 മുതൽ പെരുന്നാൾ ദിവസം വരെ നമ്മൾ ബലിയറുക്കുന്ന ആട്, മാട്, ഒട്ടകം എന്നിവയെ അറുക്കുന്ന പ്രായമെത്തിയ മൃഗങ്ങളെ കണ്ടാൽ അല്ലാഹു അക്ബർ എന്ന് ഒറ്റത്തവണ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ബലി അറുക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ ശരീരത്തിലുള്ള നഖങ്ങൾ, താടി രോമങ്ങൾ എന്നിവ നീക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നീക്കൽ കറാഹത്താണ്. വലിയ മഹത്വമുള്ള ഈ ദിവസങ്ങളെ നാം പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.